ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല മിൽക്കിയാണ്, അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ എന്നും ഒരേ രസമല്ല ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് മാറ്റി ചെയ്ത് നോക്കും. നല്ല ക്രീമി, നല്ല മിൽക്കി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി കൂട്ടിയിട്ട് ഒരു 1.5 കപ്പാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറികൾ നോക്കാം. ഇതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തതും, അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും, പിന്നെ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നിങ്ങൾ എത്രയാണ് തക്കാളിയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നത് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നെയ്യിൽ താളിച്ചെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കടുകും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും, പിന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ രസം തയ്യാറാക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യൊന്ന് ചൂടായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടുക്, ഉലുവ, വെളുത്തുള്ളി കൂടി 3 കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളകും അതുപോലെ കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഈ രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവറായിട്ട് അങ്ങ് വേവിച്ചിട്ടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് അങ്ങ് ഉടയാതെ ഇതേ രീതിയിൽ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാലായതുകൊണ്ട് ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. അപ്പോൾ അതിൻ്റെ പാലിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്രീമിയാണ്, അതുപോലെ നല്ല മിൽക്കിയാണ്. നമ്മൾ ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.